ഹായ് ഡിയർ സ്റ്റുഡൻസ്, ലെറ്റ്സ് ടോക്ക് ഹിസ്റ്ററി. നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. നാളെയാണ് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമ്മളിപ്പോൾ നോക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ് മോഡേൺ വേൾഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിരുന്നു. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ക്ലാസ് നോക്കുന്നത്. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇന്റർവാർ പീരീഡ്. ഇന്റർവാർ പീരീഡ് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്, ഷോർട്ട് എസ്എ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്റർവാർ പീരീഡ് ഡെവലപ്മെന്റുകൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഇന്റർവാർ പീരീഡിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സംഭവങ്ങൾ, എന്തൊക്കെയായിരുന്നു നടന്നിരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. ഓക്കെ, അപ്പം അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ക്ലാസ് ചെയ്യുന്നത്. ഇതിന് തുടർച്ചയായിട്ട് മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളൊക്കെ നമ്മൾ ക്ലാസ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇനിയുള്ള ഓരോ മിനിറ്റും നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ആ ഓരോ സമയത്ത് നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ടൈമിൽ നമ്മുടെ ക്ലാസ്സുകൾ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഒട്ടും ടൈം കളയാതെ തന്നെ പോവുകയാണ്. എല്ലാവരും നോട്ടൊക്കെ എടുത്ത് ഷോർട്ട് നോട്ടൊക്കെ എഴുതി വെക്കുക. ഷോർട്ടായിട്ട് തന്നെയാണ് ഈ ക്ലാസ് എടുക്കുന്നത്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇന്റർവാർ പീരീഡ് എന്ന് പറയുമ്പോൾ ഏത് കാലഘട്ടമാണ്? ദ ഇന്റർവാർ പീരീഡ് സ്പാനിങ് ഫ്രം 1980 to 1939. 1918 മുതൽ 1939 വരെയുള്ള കാലഘട്ടത്തെയാണ് ഇത് ഇന്റർവാർ പീരീഡ് എന്ന് പറയുന്നത്. ഇന്റർവാർ പീരീഡ് എന്ന് പറയുന്നത് ഏതാണ്? ഫസ്റ്റ് വേൾഡ് വാറിന്റെയും സെക്കൻഡ് വേൾഡ് വാറിന്റെയും ഇടയിലുള്ള കാലഘട്ടത്തെയാണ് ഇന്റർവാർ പീരീഡ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ കോംപ്ലക്സ് ആൻഡ് ട്രാൻസ്ഫോർമേറ്റീവ് ടൈം ഇൻ വേൾഡ് ഹിസ്റ്ററി. എന്താണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്? ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടൈം ആയിരുന്നു. അതുപോലെ തന്നെ ലോകത്തിലെ ചരിത്രത്തെ തന്നെ ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ട്, അല്ലെങ്കിൽ അതിനെ മാറ്റങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അതെന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റുകൾ, എഫക്റ്റുകൾ എന്തൊക്കെയായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൽ നമ്മളതിനെ പല ഫേസുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്, എക്കണോമിക് എഫക്ട്സ്. എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് എക്കണോമിക് എഫക്ട്സ്. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ്, മിലിറ്ററി ഡെവലപ്മെന്റ്, ട്രീറ്റീസ് ആൻഡ് എഗ്രിമെന്റ്സ്. ആ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ട്രീറ്റീസ് ആൻഡ് എഗ്രിമെന്റ്സ്. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ അതിന് പാർട്ടായിട്ട് പഠിക്കുകയാണ്, അല്ലെങ്കിൽ അതിന് കീറി മുറിച്ച് പഠിക്കുകയാണ് നമ്മൾ. ഓക്കെ, അപ്പം നമ്മൾ ഈ ഡെവലപ്മെന്റുകളെയൊക്കെ അതിൻ്റെ സ്വഭാവ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിലെ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് ആയിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം സെക്കൻഡ് വേൾഡ് വാർ വരെയുള്ള കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളത് എന്ന് നോക്കാം. പൊളിറ്റിക്കൽ ഡെവലപ്മെന്റിൽ 3 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത്. ഒന്ന്, റൈസ് ഓഫ് ഫാസിസ്റ്റ് ആൻഡ് നാഷണലിസ്റ്റ് മൂവ്മെന്റ്സ്. എന്താണ്? ഫാസിസ്റ്റ് മൂവ്മെന്റുകളും അതുപോലെ തന്നെ നാഷണലിസ്റ്റ് മൂവ്മെന്റുകളും എന്താണ് ഉയർന്നു വന്നു എന്നാണ് പറയുന്നത്. ഫാസിസ്റ്റ് ആൻഡ് നാഷണലിസ്റ്റ് മൂവ്മെന്റ് എമേർജ്ഡ് ഇൻ യൂറോപ്പ്, പർട്ടിക്കുലർലി ഇൻ ഇറ്റലി. ഇറ്റലിയിൽ ആരാണ് കൊണ്ടുവന്നത്? മുസോളിനി അല്ലേ? ജർമ്മനിയിലെ ഹിറ്റ്ലർ അല്ലേ? നമ്മൾ 2 വലിയ ശക്തികളായിരുന്നു, ഫാസിസവും നാസിസവും ഒക്കെ നമ്മൾ പഠിച്ചതല്ലേ? ഓക്കെ, ഇറ്റലി മുസോളിനി ആൻഡ് ജർമ്മനി ഇൻ ഹിറ്റ്ലർ ആൻഡ് ജപ്പാൻ. ഈ 3 രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും ഫാസിസ്റ്റ് ആൻഡ് നാഷണലിസ്റ്റ് മൂവ്മെന്റുകളെ എമേർജ് ചെയ്തതെന്ന് പറയുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ എന്താണ്? കുറച്ച് ശക്തമായിട്ട് വന്നു. ദ റഷ്യൻ റെവല്യൂഷൻ ഓഫ് 1917 ലെഡ് ടു ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ സോവിയറ്റ് യൂണിയൻ. റഷ്യൻ റെവല്യൂഷൻ നമ്മൾ പഠിച്ചതാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 1917 റഷ്യൻ റെവല്യൂഷൻ എന്താണ്? സോവിയറ്റ് യൂണിയന്റെ സ്ഥാപനത്തിലേക്ക് നയിച്ചു. വിത്ത് വ്ളാഡിമിർ ലെനിൻ ആസ് ഇറ്റ്സ് ലീഡർ. എന്താണ്? ലെനിൻ ആയിരുന്നു സോവിയറ്റ് യൂണിയന്റെ ലീഡർ എന്നൊക്കെ നമുക്കറിയാം അല്ലേ? ഓക്കെ, സോവിയറ്റ് യൂണിയൻ എസ്റ്റാബ്ലിഷ് ആയി. റഷ്യൻ റെവല്യൂഷന് ശേഷം സോവിയറ്റ് യൂണിയൻ എസ്റ്റാബ്ലിഷ് ആയി. ഇതിന്റെ പ്രധാനപ്പെട്ട ലീഡർ എന്ന് പറയുന്ന ആരായിരുന്നു? ലെനിൻ ആയിരുന്നു, വ്ളാഡിമിർ ലെനിൻ ആയിരുന്നു. ഓക്കെ, തേർഡ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് എന്താണ്? കൊളാപ്സ് ഓഫ് ദ ഓട്ടോമൻ എംപയർ. ഓട്ടോമൻ എംപയറിന്റെ തകർച്ച. നമ്മൾ ഫസ്റ്റ് വേൾഡ് വാറിന്റെ ആഫ്റ്റർ എഫക്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, കൊളാപ്സ് ഓഫ് ദ ഓട്ടോമൻ എംപയർ. ഓട്ടോമൻ എംപയർ എന്ത് ചെയ്തു? തകർക്കപ്പെട്ടു. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം എന്താണ്? ഓട്ടോമൻ എംപയർ തകർന്നു.
leading to the redrawing of the Middle East border. എന്താണ് മിഡിൽ ഈസ്റ്റ് ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട് ഓട്ടോമൻ എംപയർ തകർന്ന കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് വേൾഡ് വാറിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാറിന്റെ അവസാനം എങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഫസ്റ്റ് വേൾഡ് വാർ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അതിനെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്യാം. അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റുകൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എഫക്ട്സ് കഴിഞ്ഞു. ഇനി എക്കണോമിക് എഫക്റ്റ് അല്ലെങ്കിൽ എക്കണോമിക് ഇമ്പാക്റ്റ് എന്തായിരുന്നു നോക്കാം. ഗ്ലോബൽ എക്കണോമിക് ക്രൈസിസ്, നമ്മളൊരു ഗ്രേറ്റ് ഡിപ്രഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഗ്രേറ്റ് ഡിപ്രഷൻ എന്താണ്, ലോകത്തിലെ തന്നെ പിടിച്ചു ഉലച്ച ഒരു സംഭവമായിരുന്നു ഈ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഉണ്ടായിരുന്ന ഒരു എക്കണോമിക് ക്രൈസിസ്. പ്രധാനപ്പെട്ട ഒരു എക്കണോമിക് ക്രൈസിസ് ആണ് ഗ്ലോബൽ എക്കണോമിക് ക്രൈസിസ് അല്ലെങ്കിൽ ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ദ ഗ്ലോബൽ എക്കണോമിക് ക്രൈസിസ് നോൺ ആസ് ദ ഗ്രേറ്റ് ഡിപ്രഷൻ, ഗ്ലോബൽ എക്കണോമിക് ക്രൈസിസിനാണ് ഗ്രേറ്റ് ഡിപ്രഷൻ എന്നറിയപ്പെടുന്നത്. ബിഗാൻ ഇൻ 1929 ആൻഡ് ലാസ്റ്റഡ് ഫോർ ഓവർ എ ഡീക്കേഡ്. എന്താണ് 1929 സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ എന്താണ്, ഒരു യുഗത്തോളം നീണ്ടു നിന്നു. ആ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ ഈ യുദ്ധങ്ങൾ നേരിട്ട രാജ്യങ്ങളെ മാത്രമല്ല എഫക്ട് ചെയ്തത്, എന്താണ് ലോകത്തിലെ എല്ലാ മേഖലയും അല്ലെങ്കിൽ ലോകം മുഴുവനെയും എഫക്ട് ചെയ്തൊരു പ്രശ്നമായിരുന്നു. ദെൻ റൈസ് ഓഫ് പ്രൊട്ടക്ഷനിസം എന്താണ്, ഒരു പ്രൊട്ടക്ഷനിസം വളർന്നു വന്നു. മെനി കൺട്രീസ് ടേൺ ടു പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസീസ് ഇൻക്ലൂഡിംഗ് താരിഫ്സ് ആൻഡ് ട്രേഡ് കോട്ടാസ് വിച്ച് എക്സബേറ്റഡ് ദ ക്രൈസിസ്. എന്താണ്, പല രാജ്യങ്ങളും ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസീസ്, ആ കൺട്രികൾക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസീസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. എന്താണ്, ട്രേഡ് താരിഫും താരിഫുകളും ട്രേഡ് കോട്ടാസും ഒക്കെ അവർ ഇംപ്ലിമെന്റ് ചെയ്തു. ഇതിനു വേണ്ടിയിട്ട് ഈ എക്കണോമിക് ക്രൈസിസിനെ നേരിടുവാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസീസ് ഒക്കെ അവർ കൊണ്ടുവന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് reparations and war debts. എന്താണ്, the treaty of Versailles imposed significant reparations on Germany contributing to its economic crisis. എന്താണ് the treaty of Versailles ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. treaty of Versaillesലൂടെ എന്താണ് വാർ ഡെപ്റ്റുകൾ കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ആ കടങ്ങൾ വീട്ടുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നാണ് പറയുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട എക്കണോമിക് എഫക്ട്സ് എന്ന് പറയുന്നത്. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റിൽ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട 3 എഫക്റ്റുകളാണുള്ളത്. റൈസ് ഓഫ് മാസ് മീഡിയ, എന്താണ് പുതിയ കമ്മ്യൂണിക്കേഷൻ മാസ് മീഡിയയുടെ ഉദയമുണ്ടായി അല്ലെങ്കിൽ വളർച്ച വളരെ വലുതായിരുന്നു. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമുള്ളൊരു മാസ് മീഡിയ റൈസ് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. മാസ് മീഡിയ ഇൻക്ലൂഡിംഗ് റേഡിയോ, ഫിലിം ആൻഡ് ന്യൂസ് പേപ്പർ പ്ലേഡ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ഷേപ്പിംഗ് പബ്ലിക് ഒപ്പീനിയൻസ്. എന്താണ് ഈ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് റോൾ എന്ന് പറയുന്നത്, അതായത് പബ്ലിക് ഒപ്പീനിയനെ ഷേപ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളിലൊക്കെ പബ്ലിക് ഒപ്പീനിയൻ എന്താണ് പബ്ലിക്കിലേക്ക് കൂടുതലായിട്ടും ഈ സംഭവങ്ങളൊക്കെ എത്തിക്കുവാൻ മാസ് മീഡിയയ്ക്ക് വളരെ വലിയൊരു പങ്ക് വഹിക്കുവാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ഇൻക്രീസ്ഡ് മൊബിലിറ്റി ആൻഡ് മൈഗ്രേഷൻ, എന്താണ് ആൾക്കാർ യൂറോപ്പിൽ നിന്നും അമേരിക്കയിലേക്ക് എന്താണ് പലായനം ചെയ്യുന്നത് അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത് കൂടുതലായി. മൊബിലിറ്റി ആൻഡ് മൈഗ്രേഷൻ ഇൻക്രീസ്ഡ് പെർട്ടിക്കുലർലി ഫ്രം യൂറോപ്പ് ടു ദ അമേരിക്ക. യൂറോപ്പിൽ നിന്നും അമേരിക്കയിലേക്ക് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നത് വളരെ കൂടുതലായി വന്നു ഇത് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം. ദെൻ ഫെമിനിസ്റ്റ് ആൻഡ് സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്സ്, എന്താണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റുകൾ അല്ലെങ്കിൽ സിവിൽ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റുകളൊക്കെ വളർന്നു വന്നു. ഫെമിനിസ്റ്റ് ആൻഡ് സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്സ് എമേർജ്ഡ് പർട്ടിക്കുലർലി ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഉൾപ്പെടെ പ്രധാനമായിട്ടും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലായിരുന്നു ഈ മൂവ്മെന്റുകളൊക്കെ ഉയർന്നു വന്നത്. ഫെമിനിസ്റ്റ് ആൻഡ് സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്സ്, സിവിൽ റൈറ്റ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റുകളൊക്കെ വളർന്നു വന്നു എന്നാണ് പറയുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത്. ദെൻ മിലിറ്ററി ഡെവലപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആം റീപ്ലേസ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. എന്താണ് റീആർമെന്റ് ആൻഡ് റീമിലിറ്ററൈസേഷൻ. ജർമ്മനി, ജപ്പാൻ ആൻഡ് ഇറ്റലി അണ്ടർടോക്ക് സിഗ്നിഫിക്കന്റ് റീആർമെന്റ് ആൻഡ് റീമിലിറ്ററൈസേഷൻ എഫേർട്സ്. എന്താണ് അവരുടെ ആയുധങ്ങൾ എന്താണ് ഡെവലപ്പ് ചെയ്തെടുക്കുവാനും റീആർമെന്റ് നടത്തുവാനും ഒക്കെ അവർ ശ്രമിച്ചു. ഇതിനു വേണ്ടിയിട്ട് അടുത്തൊരു യുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു
പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളൊക്കെ അവർ നേരത്തെ തന്നെ എടുത്തു. ദെൻ ഡെവലപ്മെന്റ് ഓഫ് ന്യൂ മിലിറ്ററി ടെക്നോളജീസ്, എന്താണ് പുതിയ മിലിറ്ററി ടെക്നോളജികളൊക്കെ അവർ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ന്യൂ മിലിറ്ററി ടെക്നോളജീസ് ഇൻക്ലൂഡിങ് ടാങ്ക്സ്, എയർക്രാഫ്റ്റ് ആൻഡ് സബ്മറൈൻസ് വെയർ ഡെവലപ്മെന്റ്. എന്താണ് എയർക്രാഫ്റ്റുകളും ടാങ്കുകൾ, ദെൻ സബ്മറൈൻസ് മറൈൻ മിലിറ്ററീസ് ഒക്കെ അവരെ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തു. അവരവരുടെ രാജ്യങ്ങളെ സംരക്ഷിക്കേണ്ടത് ഓരോ മിലിറ്ററിയുടെയും ഉത്തരവാദിത്വമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അവർ പുതിയ പുതിയ ടെക്നോളജീസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ് അപ്പീസ്മെന്റ് പോളിസി. ദ ലീഗ് ഓഫ് നേഷൻസ് failure to prevent aggression led to the adaptation of an appeasement policy towards Nazi Germany. നാസി ജർമ്മനിക്കെതിരെയുള്ള ഒരു അപ്പീസ്മെന്റ് പോളിസി അഡോപ്റ്റ് ചെയ്തിരുന്നു. ആ ഒരു അഡോപ്ഷൻ പ്രിവെന്റ് ചെയ്യുവാൻ എന്താണ് ലീഗ് ഓഫ് നേഷൻസിന് കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അതാണ് പ്രധാനമായിട്ട് ലീഗ് ഓഫ് നേഷൻസ് തകരുവാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്. അതായത് ചിലർക്ക് വേണ്ടി മാത്രം നിലകൊള്ളേണ്ടി വന്നു ലീഗ് ഓഫ് നേഷൻസിന് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഇത്രയും നേരം നമ്മൾ അവിടെ നടന്നിരുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എഫക്റ്റുകൾ പറഞ്ഞു. ഇനി ആ ഒരു സമയത്ത് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കീ ട്രീറ്റീസ് ആൻഡ് എഗ്രിമെന്റ്സ്, ആ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ട്രീറ്റികൾ ഏതൊക്കെയാണ്, എഗ്രിമെന്റുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ട്രീറ്റി ഓഫ് വേഴ്സലേസ് 1919 നടന്ന ട്രീറ്റി ഓഫ് വേഴ്സലേസ് അല്ലേ. ഇമ്പോസ്ഡ് പെനാൽറ്റീസ് ആൻഡ് റിപ്പറേഷൻസ് ഓൺ ജർമ്മനി. എന്താണ് ഈ നമ്മുടെ ട്രീറ്റി ഓഫ് വേഴ്സലേസ് എന്താണ് ജർമ്മനിക്ക് മുകളിൽ എന്താണ് പലതരത്തിലുള്ള പെനാൽറ്റികളൊക്കെ ചുമത്തി. ദെൻ വാഷിംഗ്ടൺ നേവൽ ട്രീറ്റി 1922 വന്നിട്ടുള്ളതാണ് വാഷിംഗ്ടൺ നേവൽ ട്രീറ്റി എന്ന് പറയുന്നത്. ലിമിറ്റഡ് നേവൽ armaments among major powers. Limited naval armaments among major powers. എന്താണ് മേജർ പവേഴ്സിന് മുകളിൽ എന്താണ് ഒരു ആംസ് അവരുടെ കൈവശം വെക്കുന്നതിന് ഒരു ലിമിറ്റ് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ലിമിറ്റഡ് നേവൽ ആർമമെന്റ്സ് എമംഗ് മേജർ പവേഴ്സ്. ഓക്കെ, വാഷിംഗ്ടൺ നേവൽ ട്രീറ്റിയാണ്. ഇതിന്റെയൊക്കെ വർഷങ്ങളാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. ദെൻ ലൊക്കാർണോ പാക്ട് 1925 ലൊക്കാർണോ പാക്ട്. ദെൻ കെല്ലോഗ്-ബ്രിയാൻ പാക്ട് 1928. മ്യൂണിച്ച് എഗ്രിമെന്റ് 1938. മ്യൂണിച്ച് എഗ്രിമെന്റിന്റെ ഇയർ പഠിച്ചു വെക്കുക. മ്യൂണിച്ച് എഗ്രിമെന്റ് നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസിന് ചോദിച്ചിട്ടുള്ളതാണ്. നമ്മുടെ പാർട്ട് എയിൽ ചോദിച്ചിട്ടുള്ളതാണ് മ്യൂണിച്ച് എഗ്രിമെന്റ് എന്താണെന്നുള്ളത്. ഓക്കെ, അതും ഓർത്ത് വെക്കുക. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഇന്റർവാർ പീരീഡിൽ നടന്നിട്ടുള്ള ട്രീറ്റീസ് ആൻഡ് എഗ്രിമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമ്മളിപ്പോൾ ഡെവലപ്മെന്റുകളൊക്കെ പഠിച്ചു, അല്ലെങ്കിൽ ആ ഒരു ഇന്റർവാർ പീരീഡിലെ എഫക്റ്റുകളൊക്കെ പഠിച്ചു. ദീസ് ഡെവലപ്മെന്റ്സ് അൾട്ടിമേറ്റ്ലി കോൺട്രിബ്യൂട്ടഡ് ടു ദ ഔട്ട്ബ്രേക്ക് ഓഫ് വേൾഡ് വാർ സെക്കൻഡ് which would go on to become one of the deadliest conflicts in human history. എന്താണ് ഈ പറയുന്ന ഡെവലപ്മെന്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന കാരണങ്ങൾ തന്നെ എന്താണ് വേൾഡ് വാർ സെക്കൻഡിലേക്ക് നയിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന ഡെവലപ്മെന്റുകൾ പ്രോസസ്സുകളൊക്കെ തന്നെ എന്താണ് സെക്കൻഡ് വേൾഡ് വാറിലേക്ക് നയിച്ച കാരണങ്ങളാണ്. സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്നത് എന്താണ് ഹ്യൂമൻ ഹിസ്റ്ററിനെ തന്നെ പിടിച്ചുലയ്ക്കുന്ന ഒരു യുദ്ധമായിരുന്നു. ഇനിയൊരു യുദ്ധം വരാതിരിക്കട്ടെ, ഇനിയൊരു യുദ്ധം നമ്മുടെ ലോകം താങ്ങുകയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മുടെ ഇന്റർ വാർ പീരിയഡ് ഡെവലപ്മെന്റുകൾ എന്ന് പറയുന്നത്. ഇത് ഞാൻ ഷോർട്ടായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. ഇത് നിങ്ങൾ എഴുതുമ്പോൾ ഡെവലപ്പ് ചെയ്ത് എന്താണ് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് വേണം എന്തിലെഴുതാൻ. നമ്മുടെ എസ്സേ ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ എഴുതാൻ. ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ കുഴപ്പമില്ല, ഷോർട്ടായിട്ട് തന്നെ ഇതുപോലെ തന്നെ എഴുതിയാൽ മതി. പക്ഷേ എസ്സേ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതിനെ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.